തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതനുസരിച്ച് കട്ടിളപ്പാളി കേസിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തന്ത്രിക്കെതിരായ ആരോപണം, ഈ കുറ്റം എന്ന് പറയുന്നത് കുറ്റകരമായ മൗനം പാലിച്ചു, അതുപോലെ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രജിത്ത് കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, തന്ത്രി ആചാര ലംഘനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല, സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മൗനാനുവാദം നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ അറസ്റ്റ് നോട്ടീസിൽ പറയുന്നത്. എങ്ങനെയാണ് ഈ നോട്ടീസിനെ നമ്മൾ വിലയിരുത്തേണ്ടത്? ഈ തന്ത്രിയുടെ അറസ്റ്റിനെ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ് പ്രജിത്ത്? തന്ത്രി നേരത്തെ വിജിലൻസിന്റെ പരിശോധന നടക്കുന്ന സമയത്ത് തന്ത്രിയുടെ ദേവസ്വം ബോർഡ് തേടുന്നത് അഭിപ്രായക്കുറിപ്പ് തേടുകയും ആ അഭിപ്രായക്കുറിപ്പിൽ അറ്റകുറ്റപ്പണികൾ നടത്താം എന്നുള്ളൊരു അഭിപ്രായക്കുറിപ്പ് തന്ത്രി നൽകിയിരുന്നതായിട്ടുമാണ് ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നതാണെങ്കിൽ തന്ത്രിയുടെ അനുമതിയോടെ അല്ല ശബരിമലയിൽ നിന്നും കട്ടിളപ്പാളികളും മറ്റും ഇളക്കിക്കൊണ്ട് പോയതെങ്കിൽ അത് ദേവസ്വം ബോർഡിനെ രേഖാമൂലം അറിയിച്ചില്ല എന്നുള്ളതാണ് തന്ത്രിക്കെതിരായിട്ടുള്ള കുറ്റമായി ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ്. കാരണം ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അതിലൊരു വിഷയമുള്ളത് അഭിപ്രായക്കുറിപ്പടക്കം തന്ത്രി കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ ദേവസ്വം വിജിലൻസ് കൃത്യമായി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ, അതെ, ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട് പ്രജിത്ത്. തന്ത്രിയുടെ അനുജ്ഞ വാങ്ങിയതിന് ശേഷമാണ് ഈ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് ഈ പാളികൾ ഇളക്കിയെടുക്കാം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായത്. പക്ഷേ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം തന്നെ അറിയിച്ചിരുന്നില്ല, തനിക്കത് അറിയാമായിരുന്നില്ല എന്നാണ് ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ആ റിപ്പോർട്ടിൽ അന്നൊക്കെ കണ്ടത്. അപ്പോൾ ഇതിൽ എങ്ങനെ മാറ്റം വന്നു എന്നതല്ലേ ഇപ്പോൾ ചിന്തിക്കേണ്ടത്? ശ്രദ്ധേയമാണ് നീലിമ. കാരണം ഇതിൽ ഒരു നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണോ എന്നുള്ളൊരു സംശയം നമുക്കിപ്പോൾ ജനിക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്ത്രിയോട് ദേവസ്വം ബോർഡ് ചോദിച്ചത് അറ്റകുറ്റപ്പണികൾ നടത്താമോ എന്നുള്ളതായിരുന്നു തന്ത്രിയോട് അഭിപ്രായം തേടിയിരുന്നത്. തന്ത്രി അതിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് സ്വർണം, ഈ പറയുന്ന സ്വർണം കുറച്ച് കുറവ് വന്നിട്ടുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തി ശരിയാക്കി വെക്കാം, നന്നായി വൃത്തിയാക്കി വയ്ക്കുന്നതിന് അനുവദിക്കാവുന്നതാണ് എന്നുള്ളതായിരുന്നു അന്ന് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ അഭിപ്രായമായി ഇതിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വരുമ്പോൾ നമ്മൾ ഈ നിലവിലുള്ള ഈ പോലീസിന്റെ ഈ അറസ്റ്റ് റിപ്പോർട്ട് വായിക്കുമ്പോൾ അങ്ങനെ ഒരു അനുമതിയെ, അങ്ങനെ ഒരു അഭിപ്രായമേ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ അന്വേഷണ സംഘം ആ രീതിയിലാണ് ഈ പരിശോധന നടത്തുന്നത്, അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആചാരലംഘനം നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അനുജ്ഞ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ഫാക്ച്വൽ എറർ അതിലുണ്ട് എന്നുള്ളൊരു സംശയം ഈ ഘട്ടത്തിൽ ജനിക്കുകയാണ്. അപ്പോൾ വിജിലൻസിന്റെ കണ്ടെത്തലിൽ പറയുന്ന അനക്ഷർ ആർ, അതായത് ശബരിമല തന്ത്രിയുടെ അഭിപ്രായമായി ദേവസ്വം ബോർഡിന് കൈമാറിയ, ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതിനനുസരിച്ചുള്ള അഭിപ്രായമായി പ്രജിത്ത്, എന്തായാലും തന്ത്രിയുടെ അറസ്റ്റിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. ഈ അറസ്റ്റ് നോട്ടീസിൽ പോലും അത്തരം കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. കട്ടിളപ്പാളി കേസിലാണ് തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായത്. ആചാര ലംഘനം നടത്തുന്നതിന് തന്ത്രി കൂട്ടുനിന്നു എന്ന വളരെ ദുർബലമായ ഒരു വാദഗതിയാണ് തന്ത്രിയുടെ അറസ്റ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിവെക്കാവുന്ന മണിക്കൂറുകളാകാം ഒരുപക്ഷെ വരാൻ പോകുന്നത്. തന്ത്രിയുടെ അറസ്റ്റ് ദുരൂഹമാണ് എന്ന് തുടക്കത്തിൽ തന്നെ ചില കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയർന്നിരുന്നു.